ഹായ് കൂട്ടുകാരെ, ഏവർക്കും രഞ്ജൂസ് മീഡിയ ടെക്കിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു കഥ കേട്ടാലോ? 2ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ഒരു ചിത്രം നോക്കി കഥ തയ്യാറാക്കാനുള്ള ഒരു പ്രവർത്തനമാണ്. ഈ ചിത്രം നമുക്ക് നന്നായി നിരീക്ഷിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥ നിർമ്മിക്കാം. എല്ലാവരും കഥ കേൾക്കാൻ റെഡിയല്ലേ? നമുക്കെന്നാൽ കഥ കേട്ടാലോ? അങ്ങാടിപ്പുഴയുടെ തീരത്തുള്ള ഒരു കൊച്ചു വീട്ടിൽ ചെമ്പൻ കോഴിപ്പൂവനും അതിൻ്റെ അടുത്തുള്ള വീട്ടിൽ മിട്ടുപൂച്ചയും താമസിച്ചിരുന്നു. 2 പേരും വലിയ കൂട്ടുകാരാണെങ്കിലും പരസ്പരം വിശ്വാസം ഇല്ലാത്തവരായിരുന്നു. ഒരു ദിവസം 2 പേരും കൂടി കള്ളപ്പം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. നമുക്ക് ഒരുമിച്ചപ്പം ഉണ്ടാക്കാം, ചെമ്പൻ പറഞ്ഞു. ഞാൻ അരി പൊടിച്ചു വരാം, നീ പോയി കള്ള് മേടിച്ചിട്ട് വരണം, ചെമ്പൻ പറഞ്ഞു. അപ്പോൾ മിട്ടു മടി കാരണം പറഞ്ഞു, എനിക്കിന്ന് ചിന്നുമാമിയുടെ അടുത്ത് പോകണമായിരുന്നു, അതുകൊണ്ട് ചെമ്പൻ തന്നെ എല്ലാം മേടിച്ചിട്ട് വരണം. ചെമ്പൻ പറഞ്ഞു, സാരമില്ല, ഞാൻ മേടിക്കാം. മിട്ടു അവിടെ നിന്നും മാമിയുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്നും കുറച്ചു കഴിഞ്ഞേ ഞാൻ വരികയുള്ളൂ എന്നും പറഞ്ഞ് അവിടെ നിന്നും പോയി. ചെമ്പൻ അപ്പം ചുടാൻ തുടങ്ങി. എന്നാലും മിട്ടുവിൻ്റെ കാര്യത്തിൽ ചെമ്പന് സംശയമുണ്ടായിരുന്നു. അപ്പം ചുട്ടിട്ട് ചെമ്പൻ അടുക്കളയിൽ മറഞ്ഞിരുന്നു. അപ്പോഴതാ മാമിയുടെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞ മിട്ടു അനങ്ങാതെ പമ്മി വന്ന് ഒരു അപ്പം എടുത്തുകൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ കണ്ണടച്ചുകൊണ്ട് പതിയെ പുറത്തേക്ക് പോയി. ചെമ്പന് ദേഷ്യം വന്നെങ്കിലും ഒന്നും പറയാതെ അടുക്കളയിലേക്ക് കയറി വന്നു. കണ്ണടച്ച് തിരിച്ചു പോയതുകൊണ്ട് ചെമ്പൻ വന്നത് മിട്ടുപൂച്ച അറിഞ്ഞതുമില്ല. നിനക്ക് ഞാനൊരു പണി വെച്ചിട്ടുണ്ട്, പതിയെ നീ അറിയും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചെമ്പൻ ചിരിച്ചു. മിട്ടുപൂച്ച എടുക്കാൻ സാധ്യതയുള്ള ആ അപ്പത്തിൽ മാത്രം കൂടുതൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നറിയാതെ മിട്ടുപൂച്ച അവിടെ നിന്നും ആ അപ്പവുമായിട്ട് പുറത്തേക്ക് പോയി. തന്നിരിക്കുന്ന ചിത്രം നോക്കി കഥ നിർമ്മിക്കാനുള്ളൊരു പ്രവർത്തനമായിരുന്നു ഇത്. ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.